ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ജീവനെക്കുറിച്ച് ആലോചിച്ച് വളരെ ടെൻഷനോടെയും സങ്കടത്തോടെയും ഒക്കെ ഇരിക്കുകയായിരുന്നു സുജാത. അവിടേക്ക് വാർഡൻ വരുന്നുണ്ട്. എന്നിട്ട് താനൊരു വാക്യൂം ക്ലീനർ വാങ്ങിച്ചിട്ടുണ്ട്, ആ പയ്യൻ ഒരു നല്ല പയ്യനാണെന്നും ആ പയ്യനെ കുറിച്ച് പ്രോഡക്റ്റ് വിൽക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രിൻസിപ്പലിൻ്റെ അരികിലേക്ക് പറഞ്ഞു വിട്ട കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇതുകൂടി കേട്ടപ്പോൾ തന്നെ സുജാത വല്ലാത്തൊരു ടെൻഷനാവുന്നു. സ്കൂളിൽ കുറേ പേരില്ലേ, ആരെങ്കിലുമൊക്കെ വാങ്ങട്ടെ എന്നൊക്കെ ആ വാർഡൻ പറയുന്നു. ഞാൻ പെട്ടെന്ന് സ്കൂളിലേക്ക് പോയിട്ട് വരട്ടെ എന്ന് ഒരു പതർച്ചയോടെ സുജാത പറയുമ്പോൾ വാർഡൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി സുജാതയെന്ന്. ഒന്നുമില്ല, ഇനിയിപ്പോൾ സമയമായി കാണും, പോയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് സുജാത പോകുന്നു. ഇതേ സമയം സ്കൂളിൽ പരിപാടികളൊക്കെ നടക്കുകയാണ്. ഇവിടെ മത്സരിക്കുന്നത് പേരായിട്ടാണ്. ആദിക്കൊരു പണി കൊടുക്കാൻ കാത്തിരിക്കുകയാണ് കല്യാണി. എല്ലാ കുട്ടികളും അവരവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നടക്കുന്നത് ഫാൻസി ഡ്രസ് മത്സരമാണ്. ആദി കൂട്ടുകാരോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയം പെട്ടെന്ന് ആദി അറിയാതെ കല്യാണി ആദിയുടെ ബാക്കിൽ ഒരു വാല് പോലെ ഒരു ഓലക്കാല് വെക്കുകയാണ്. എന്നാൽ ഇത് ആദി അറിയുന്നില്ലായിരുന്നു. ഫാൻസി ഡ്രസ് മത്സരം കാണാൻ കാത്തിരിക്കുകയാണ് ഹരിയും പിന്നെ അമ്മാവനും നിത്യയുമൊക്കെ. ഒരാൾ വക്കീലായി വേഷം കെട്ടി വന്നിരിക്കുന്നു. അവിടേക്ക് ഒരു പോലീസുകാരനും വന്നിരിക്കുന്നു. വക്കീലായി വേഷം കെട്ടി വന്ന ആ പയ്യനോട് എന്താവണമെന്നാണ് ആഗ്രഹമെന്ന് ആ ആങ്കർ ചോദിക്കുമ്പോൾ എനിക്ക് എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായാൽ മതിയെന്ന് പറയുന്നു. അതിന് പറ്റിയ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമെന്നും ആ കുട്ടി പറയുന്നുണ്ട്. പോലീസുകാരനായി വന്ന് ആ പയ്യനോടും ചോദിച്ചപ്പോൾ ആ പയ്യൻ പറയുന്നത് തനിക്കൊരു പോലീസുകാരനാകണമെന്നാണെന്ന്. അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് പോയി. അടുത്തത് ആദിയും കല്യാണിയുമാണ് വരാൻ പോകുന്നത്. രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ്, കണ്ണനും രാധയുമായിട്ടാണ് വരുന്നത്. ആദ്യം വന്നിരിക്കുന്നത് ആദി തന്നെയാണ്. കൂടെ തന്നെ വന്നിരിക്കുന്നു കല്യാണിയും. എന്നാൽ ആദി തിരിഞ്ഞപ്പോൾ ആദിയുടെ ബാക്കിൽ ആ ഓലയ്ക്കാലിരിക്കുകയാണ്. അത് കണ്ട് ഹരി ചിരിക്കുന്നു. രണ്ടുപേരുടെയും മനോഹരമായ ഒരു ഡാൻസും ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ. ആ ഒരു വാല് കണ്ടപ്പോൾ തന്നെ വിഷമത്തോടെ ഇരിക്കുകയാണ് നിത്യ. വാലെന്തൊക്കെ പറഞ്ഞ എല്ലാവരും കളിയാക്കി ചിരിക്കുന്നത് ആദി കാണുന്നു. അങ്ങനെ ആദി ബാക്കിലേക്ക് നോക്കിയപ്പോൾ ഒരു ഓലയ്ക്കാലിരിക്കുകയാണ്. അരികിൽ നിൽക്കുന്ന കല്യാണിയും ആദിയെ കളിയാക്കി ചിരിക്കുന്നു. വിഷമത്തോടെ ആദി അവിടെ നിന്ന് കരഞ്ഞു. ഇതേസമയം ഹരിയ നിത്യയോട് പറയുന്നു, ഞാൻ നേരത്തെ മോളെ ഒരുക്കിയതിനെ കുറ്റം പറഞ്ഞതല്ലേ, ഇനിയിപ്പോൾ ഇങ്ങനെയാണ് ഒരുക്കുന്നത്. ദേഷ്യത്തോടെ നിത്യ ഹരിയെ നോക്കുന്നു. കണ്ണുരുട്ടണ്ട, എന്തോ വലിയൊരാളാണെന്നുള്ള ഭാവമുണ്ട്, അതിപ്പോൾ തീർന്നല്ലോ എന്നൊക്കെ ഹരി പറയുന്നു. ഇതേസമയം തൻ്റെ കയ്യിലിരുന്ന ഓടക്കുഴൽ എടുത്ത് ദേഷ്യത്തോടെ എറിയുകയാണ് ആദി. കരയുകയും ചെയ്യുന്നുണ്ട്. ആങ്കർ അവിടേക്ക് വന്ന് ആദിയെ സമാധാനിപ്പിക്കുകയാണ്. ആദിയോട് ചോദിക്കുന്നുണ്ട്, ആദി പറയേ, ജീവിതത്തിൽ ആരെ കാണണമെന്നാണ് ഏറ്റവും കൂടുതൽ ആദി മോഹിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. ഇതേസമയം സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ജീവൻ. അതുപോലെ സുജാതയും സ്കൂളിലേക്ക് പോകുന്നു. ആദി മൈക്കിൽ കൂടി പറയുന്നു, ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ അച്ഛനെയാണ്. അച്ഛൻ എൻ്റെ കൂടെയില്ല. ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും എൻ്റെ അച്ഛനെയാണെന്ന് പറയുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഹരി ഒരു കളിയാക്കി ചിരിക്കുകയാണ്. വീണ്ടും ആദി പറയുന്നു, എൻ്റെ അച്ഛൻ്റെ സ്നേഹം കിട്ടാൻ ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ എനിക്ക് എൻ്റെ അച്ഛനെ കാണണം. ഇനി അടുത്തത് കല്യാണിയോടാണ് ചോദിക്കുന്നത്. കല്യാണിക്ക് ആരെ കാണണം എന്നാണ് ആഗ്രഹമെന്ന് ചോദിക്കുന്നു. എന്നാൽ കല്യാണി പറയുന്നത് എൻ്റെ അമ്മയെ കാണണമെന്നാണെന്ന്. എനിക്ക് അമ്മയില്ല. വലിയ കോൺഫിഡൻസോടെ ഇരിക്കുകയായിരുന്നു ഹരി. എന്നാൽ ആ പേര് കേട്ടതും ഹരിയും അങ്ങ് വല്ലാണ്ടായി പോകുന്നു. എല്ലാവരുടെയും കൂടെ അമ്മയെ കാണുമ്പോൾ എനിക്ക് കൊതിയാണ്. എനിക്കെൻ്റെ അമ്മയെ കാണണമെന്ന് വീണ്ടും പറയുകയാണ് കല്യാണി. വല്ലാത്തൊരു സങ്കടത്തോടെ അമ്മാവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. ഞാൻ മോളെ പോയി ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് പോവുകയാണ്. നിത്യയും അവിടെ നിന്ന് പോയി. ഇതേസമയം ജീവൻ സ്കൂളിലേക്ക് എത്തുന്നു. ആദിയുടെ അരികിലേക്ക് പോയി നിത്യ ആദിയെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അതാരാ മോൻ്റെ ഡ്രസ്സിൻ്റെ പിറകിൽ വെച്ചതെന്ന്. എനിക്കറിയില്ലമ്മേ, കല്യാണി എൻ്റെ പിറകെ നിൽക്കുന്നുണ്ടായിരുന്നു, ഇവളായിരിക്കുമെന്ന് ആദി പറഞ്ഞു. ഞാനല്ല എന്ന് കല്യാണി പറയുന്നു. ഞാൻ എന്തിനാ അത് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മാവൻ അവിടേക്ക് വന്ന് പറയുന്നു, നീ തന്നെയാണ് അത് ചെയ്തത്. മോളെ, ഒരു ഓല വേണമെന്ന് ഇവളെന്നോട് പറഞ്ഞിരുന്നു, ഞാനാണ് അത് അവൾക്ക് കൊണ്ടുപോയി കൊടുത്തതെന്നും അമ്മാവൻ പറയുന്നു. ആദ്യമോനെ കണ്ട ആളുകൾ ചിരിച്ചത് അങ്കിൾ കണ്ടില്ലേ? അങ്കിളിനെ പോലൊരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയെന്ന് വെച്ചാൽ എന്നെ നിത്യ ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുന്നു, എൻ്റെ പൊന്നുമോളെ, എനിക്കറിയില്ലായിരുന്നു ഇതിനായിരുന്നെന്ന്. സ്റ്റേജിലെന്തോ ആവശ്യമുണ്ട്, എടുത്തോണ്ട് വരാനാണ് അവൾ പറഞ്ഞത്, അല്ലാതെ ഈ ഒരു കാര്യത്തിന് ഞാൻ കൂട്ടു നിൽക്കുമോ എന്ന് പറയുന്നു. നിത്യ ദേഷ്യത്തോടെ കല്യാണിയോട് പറയുന്നു, ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്യുക, എന്നിട്ട് കള്ളം പറയുക. ഇതേസമയം ജീവൻ ആ ഭാഗത്തൂടി നടന്നു വരികയാണ്. സുജാതയും സ്കൂളിലെത്തുന്നു. നിത്യ കല്യാണിയോട് പറയുന്നു, ഒരു കാര്യം ചെയ്യേ, കൈയും കെട്ടി അവിടെ നിൽക്കേ, ഞാൻ പറഞ്ഞിട്ടേ അനങ്ങാൻ പാടുള്ളൂ, എഴുന്നേക്ക്.
അങ്ങനെ കല്യാണി അവിടെ അനങ്ങാതെ കൈയും കെട്ടി നിൽക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.